എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് ദേശാഭിമാനി വായിച്ചു തുടങ്ങിയത് വളരെ 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 സന്തോഷത്തിലാണ്. അടുത്ത കാലത്തൊന്നും ദേശാഭിമാനി വായിച്ചിട്ട് ഞാനിങ്ങനെ പണ്ട് സീതിയാജി പറഞ്ഞ പോലെ സീതിയാജി പണ്ട് പറഞ്ഞിരുന്നല്ലോ, ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ സീതിയാജി ഓർത്തു പോവുകയാണ്. സീതിയാജി ചോദിച്ചത്, എടോ ആ മയിലില്ലേ, അപ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മതി ഏത് മയില്? കോൾമയർ. അപ്പൊ കോൾമയർ എന്നുള്ളത് സീതിയാജി അദ്ദേഹത്തിന് സ്വതസിദ്ധമായ ഒരു 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 തമാശ കലർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത്തിരി അതിൽ ഒരു 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 അശ്ലീലം കലർത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു പണ്ട് സീതിയാജിയുടെ ഭാഗത്തു നിന്ന്. സീതിയാജി തമാശകൾ ഒരുപാടുണ്ട് കേട്ടോ. കേരളോന്തിയിൽ എൻ്റെ സുഹൃത്തായിരുന്ന എം അഷ്റഫ് ഇപ്പോൾ വലിയ സംവിധായകനൊക്കെയാണ് കേട്ടോ. അപ്പോൾ അഷ്റഫ് പണ്ട് ഈ സീതിയാജി തമാശകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇറക്കാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പുസ്തകം ഇറക്കിയോ എന്നുള്ളത്, ഇറക്കില്ലേ എന്നുള്ളത് എനിക്ക് പിന്നീട് ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. എന്തായാലും അഷ്റഫ് ഇടക്കിടക്ക് പറയായിരുന്നു സീതിയാജിയുടെ തമാശകൾ ഒരുപാട്. അക്കൂട്ടത്തിൽ പെട്ടതാണ് ഈ മയർ പ്രയോഗം. എനിക്ക് വല്ലാത്ത മയിര്. എന്ത് മയിര്? കോൾമയർ. അതേപോലെ ഇന്ന് എനിക്ക് സീതിയാജി പറഞ്ഞ മാതിരിയുള്ള ഭയങ്കര കോൾമയർ കൊണ്ടു ഈ ദേശാഭിമാനി വായിച്ചപ്പോൾ. ദേശാഭിമാനിയുടെ 1-ാം പേജ് വായിച്ചിട്ടല്ല കേട്ടോ, ഞാൻ 1-ാം പേജിലേക്ക് വരാം. ദേശാഭിമാനിയുടെ ഉള്ളില് ഇതാ, ദേശാഭിമാനിയുടെ 2-ാം പേജില് ഏറ്റവും മുകളിലുള്ള തലക്കെട്ട് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. വിരുദ്ധ അഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തില്ല മുഖ്യമന്ത്രി. എന്തൊരു ആശ്വാസം എന്നറിയോ? സർക്കാരിനെതിരെ വിരുദ്ധ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത് സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ല. എന്ത് നല്ല മുഖ്യമന്ത്രി, എന്ത് നല്ല അറിഞ്ഞില്ലല്ലോ ദൈവമേ ഈ പിണറായിയുടെ നല്ല മനസ്സ് എന്നോർത്ത് ഞാൻ ഈ കുണ്ഠിതപ്പെടുകയാണ് ഞാൻ. കാരണം എന്തൊക്കെയാണ് നമ്മൾ പിണറായിനെ പറ്റി കേട്ടത്? പിണറായിക്ക് ഒട്ടും സഹിഷ്ണുതയില്ല, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. അമ്മാതിരി ഡയലോഗൊന്നും വേണ്ടട്ടോ എന്ന് പറഞ്ഞു. പിണറായി ഏതൊരു വേദിയിൽ സംസാരിച്ച് ഇങ്ങനെ അവസാനിക്കുമ്പോഴാണ് പെട്ടെന്നൊരു അനൗൺസ്മെന്റ് വന്നത്. അപ്പം പറഞ്ഞത്, എന്താടോ ഇവന് വിവരല്ലേ, ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് പോലെ എന്നൊക്കെ. പിണറായി ഇങ്ങനെ ഒട്ടും ഒരു ഔചിത്യബോധമില്ലാതെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, പ്രതിപക്ഷ ബഹുമാനമില്ലാതെ തട്ടിക്കയറുന്ന പിണറായിയാണ് നാം കാണാറുള്ളത് കേട്ടോ. പക്ഷെ പിണറായി ഇന്നലെ എവിടുന്നാ പറഞ്ഞതറിയോ? രാജ്ഭവൻ എന്നാ പറഞ്ഞത്. രാജ്ഭവന് നമ്മുടെ ഗവർണർ വിശ്വനാഥ് അർലേക്കറുടെ സാന്നിധ്യത്തിൽ മൂപ്പര് പറയാണല്ലോ, വിരുദ്ധ അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം. എനിക്കൊക്കെ ഇത് കേട്ടപ്പോൾ എന്തൊരു ആശ്വാസം തോന്നി അറിയോ? കുറെ കാലമായി നമ്മൾ പിണറായി വിമർശിക്കുന്നു, റിയാസിനെ വിമർശിക്കുന്നു. ഇവരൊക്കെ വിമർശിക്കുന്നത് ഇവരോടുള്ള ഒരു ശത്രുത കൊണ്ടൊന്നുമല്ല. ഇനി അത് നിങ്ങൾ കരുതണ്ട. പല ആൾക്കാരും തെറ്റിദ്ധരിക്കാറുണ്ട്, എന്താണ് പിണറായിയോട് എന്താണ് ഇത്ര ശത്രുത, എന്താണ് റിയാസിനോട് ശത്രുത, അല്ലെങ്കിൽ എന്താണ് CPM ശത്രുത? ഒരു ശത്രുതയില്ല. പ്രത്യേകിച്ചും നമ്മൾ ഒരുപാട് പഠിക്കുന്ന കാലത്ത് SFIയും അതിനുശേഷം DYFIയും പിന്നീട് CPM വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്കൊക്കെ കേട്ടോ. പിന്നീട് ആ വിശ്വാസങ്ങളൊക്കെ തകർന്നപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടിരുന്ന ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അപജയത്തിലേക്ക് നീങ്ങുമ്പോഴാണ് പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാര് ഈ പാർട്ടിയെ അവരുടെ തനി തോന്നിവാസങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ബോധം വരികയും, അല്ലെങ്കിൽ ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കണമൊക്കെ തോന്നുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പ്രതികരണം. അല്ലാതെ CPM അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും അധമമായ പാർട്ടിയാണ് എന്നൊന്നുള്ള വിശ്വാസമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായ നൈതികതയും അതിൻ്റെതായ പ്രാധാന്യവും ഒക്കെയുണ്ട്. പക്ഷേ ആ ആദർശങ്ങളെ ആകെ കൊളന്തോണ്ടുന്ന പ്രവർത്തനമാണ് ഈ പറയുന്ന പുതിയ നേതാക്കന്മാര് അവരുടെ ചിങ്കിടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ സ്വാഭാവികമായും കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്നത് നമുക്കൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ എതിരെ പ്രതികരിക്കും. കാരണം ഇത് ഈ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ്. അതുവരെ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ പിണറായി എന്ത് തോന്നിയാസം ചെയ്താലും ഈ കൈയടിച്ച് പ്രോത്സാഹിക്കുന്നവരും ആ താളത്തിനൊത്ത് തുള്ളുന്നവരും യഥാർത്ഥത്തിൽ നിങ്ങളാണ് അപകടകാരികൾ കേട്ടോ. നിങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തുരങ്കം വെക്കുന്നത്. നിങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിവേരറുക്കുന്നത്. കാരണം വിമർശിക്കണം. നമുക്കൊരു പ്രസ്ഥാനം തെറ്റിലേക്ക് പോകുമ്പോൾ അതിന് വിമർശിക്കേണ്ടതുണ്ട്. ടി പി ചന്ദ്രശേഖരൻ കൃത്യമായി പാർട്ടിയുടെ നിലപാടിലുണ്ടായ വൈരുദ്ധ്യങ്ങളെ, നിലപാടിലുണ്ടായ അപജയങ്ങളെ വിമർശിച്ച ആളാണ് കേട്ടോ. എന്താ സംഭവിച്ചത്? ആ മനുഷ്യനെ 51 വെട്ടുവെട്ടി കൊന്നു. ഇതേപോലെ വിമർശിക്കുന്ന ആൾക്കാരെ മുഴുവൻ വകവരുത്തുക.
ഇപ്പോ പിന്നെ ഈ വെട്ടിക്കൊല്ലുന്ന ആൾക്കാരൊക്കെ ജയിലിലായതുകൊണ്ട് കൊടിസുനിയും ഗ്യാങ്ങും അല്ലെങ്കിൽ അത്തരത്തിൽ ഉൾപ്പെട്ട ക്രിമിനലുകൾ ഗുണ്ടാസംഘങ്ങൾ മിക്കവാറും ജയിലിലായി കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ അലർട്ടായി നിൽക്കുന്ന കാലമായതുകൊണ്ട് ഈ വെട്ടിക്കൊല്ലൽ പരിപാടി ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനേക്കാൾ ഫലപ്രദം ഇപ്പൊ സഭാക്കന്മാർ കണ്ടുപിടിച്ചിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പെണ്ണ് കേസ്. നമ്മുടെ ഈ ശ്രീനിവാസന്റെ ആ സിനിമയിലെ കുമാരപ്പിള്ള സഖാവ് പറഞ്ഞ പോലെ ഈ നമ്മൾക്ക് ഏറ്റവും നല്ല ഒരു നേതാവിനെ എന്താ പറയാ വെട്ടിമലർത്താൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ പെണ്ണ് കേസ് എന്താ പറയാ ആരോപിക്കുക. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഷാഫി പറമ്പിലിനെതിരെ നമ്മുടെ മറ്റേ സെക്രട്ടറി പാലക്കാട് സെക്രട്ടറി സുരേഷ് ബാബു ആണ് പറഞ്ഞത് ഷാഫിക്കെതിരെ. പക്ഷെ ഷാഫിക്കെതിരെ പറഞ്ഞപ്പോ പേടിച്ചു എൻ സുരേഷ് ബാബു മൂത്രമൊഴിച്ചു. AK ബാലൻ സഖാവ് ഇതിന്റെയൊക്കെ തീവ്രത അളക്കുന്നതിൽ എക്സ്പെർട്ടായ ബാലൻ സഖാവ് പോലും പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം ഒന്നും പറഞ്ഞില്ല, സുരേഷ് ബാബുവിന്റെ അടുത്ത് എന്തോ തെളിവുണ്ടാകുമായിരിക്കും, അതുകൊണ്ട് പറഞ്ഞതായിരിക്കും, എന്റെ അടുത്ത് തെളിവൊന്നുമില്ല, അതുകൊണ്ട് ഷാഫിക്കെതിരെ ഞാനൊന്നും പറയുന്നില്ല എന്ന് ബാലൻ സഖാവ് പറഞ്ഞു. ബാലൻ സഖാവ് പറഞ്ഞ പിന്നെ എന്റെ അങ്ങപ്പുറത്തേക്ക് അപ്പീലില്ലല്ലോ എന്ന് പറഞ്ഞാൽ CPM-ലെ ആൾക്കാരൊക്കെ വിറച്ചു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾക്ക് തൊട്ട് കളിക്കാം. കാരണം VD സതീശനെ പോലുള്ള കുറെ മണ്ണന്മാരാണ് കോൺഗ്രസിനെ നയിക്കുന്നത്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ ഷാഫി പറമ്പിലിനെ തൊട്ടാൽ വിവരമറിയും. കാരണം ഷാഫി പറമ്പിലിന്റെ സംരക്ഷകർ എന്ന് പറയുന്നത് കോൺഗ്രസിലെ നേതാക്കന്മാർ മാത്രമല്ല. ഇത് വളരെ വ്യക്തമായി ആർക്കറിയാം, CPM-ന് അറിയാം. അതുകൊണ്ടാണ് ഒന്ന് മാന്തി നോക്കിയപ്പം നെഗൊക്കെ പോയി ആകെ അലമ്പായി. അപ്പൊ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഈ അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ CPM-നെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ CPM-ന്റെ നയവൈകല്യങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതല്ല കമ്മ്യൂണിസം എന്നാണ് നമ്മൾ പറയുന്നത്. TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊല്ലുന്നതല്ല കമ്മ്യൂണിസം. ശരത് ലാലിനെയും കൃപേഷിനെയും കൊല്ലുന്നതല്ല കമ്മ്യൂണിസം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അതേപോലുള്ള എതിർ പാർട്ടിയിൽപ്പെട്ട യുവ നേതാക്കന്മാർക്കെതിരെ ഒരു അടിസ്ഥാനവുമില്ലാത്ത പെണ്ണ് കേസിൽപ്പെടുത്തി അവരെ തേജോവധം ചെയ്യുന്നതല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോ മറ്റേ ശബരിമലയിൽ ഒരു 4 വോട്ട്, നേരത്തെ എങ്ങനെയാണല്ലോ പറയുന്നത്, 4 വോട്ടിന് വേണ്ടി നയം മാറ്റുന്നവരല്ല ഞങ്ങൾ. ശരി, അപ്പോഴൊക്കെ നമ്മള് നേരത്തെ CG രാജു പറഞ്ഞ പോലെ കോൾമയിർ കൊണ്ട ആൾക്കാരാണ് നമ്മളൊക്കെ. 4 വോട്ടിന് വേണ്ടി നയം മാറ്റുന്നവരല്ല CPM എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ജയ് വിളിച്ചതാണ് പിണറായിക്ക്. പക്ഷേ 4 വോട്ടിന് വേണ്ടി പിണറായി നയം മാറ്റി. ഇവിടെ ശബരിമലയിൽ നയം മാറ്റി. ഇപ്പോഴത്തെ അമൃതാനന്ദമയി ദേവിയെ ചുംബിക്കാൻ വേണ്ടിയിട്ട് മുതിർന്ന CPM നേതാവ് സജി ചെറിയാൻ പോയിരിക്കുന്നു. അമ്മയോട് ഒരുപാട് സ്നേഹവും ബഹുമാനമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ ആ അമ്മയെക്കുറിച്ച്, അമൃതാനന്ദമയി ദേവിയെക്കുറിച്ച് CPM-കാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അപഹാസ്യമായ അവഹേളനങ്ങൾ എത്രമാത്രമായിരുന്നു നിങ്ങൾക്കറിയാം അല്ലേ? ബ്രിട്ടാസ് ഓർമ്മയുണ്ടോ? അമ്മയെക്കുറിച്ച്, അമൃതാനന്ദമയി ദേവിയെക്കുറിച്ച് അവിടുത്തെ ഒരു സന്യാസിനി കുറെ തോന്നിവാസങ്ങൾ എഴുതി വെച്ചപ്പോൾ, അവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ ബ്രിട്ടാസ് അമേരിക്ക വരെ ചെന്നു, പറന്നു ചെന്നു, അവരെ ഇന്റർവ്യൂ ചെയ്തു. എന്നിട്ട് ബ്രിട്ടാസ് ലോകമെങ്ങും കാണിച്ചു, അമൃതാനന്ദമയി ദേവിയെ അപഹാസ്യപ്പെടുത്തി, അവഹേളിച്ചു. അന്ന് CPM-കാർ മുഴുവനും കൂട്ടം കൂടിയിരുന്ന് കടപ്പുറം സുധാമണി എന്നൊക്കെ അമൃതാനന്ദമയിയെ തെറി വിളിച്ചു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അവരവരുടെ നിലപാട് അത് അവരെ ഏറ്റവും ശക്തമായി പ്രതിഫലിപ്പിച്ച ഒരു കാലം. ഇന്നിതാ സജി ചെറിയാൻ അമൃതാനന്ദമയി ദേവിയെ ചുംബിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. വളരെ നല്ലത് തന്നെ. വിവരം വെക്കുന്നത് അല്ലെങ്കിൽ പണ്ടത്തെ തെറ്റുകൾക്കൊക്കെ പശ്ചാത്തപിക്കുന്നത് നല്ലത് തന്നെയാണ്. ബ്രിട്ടാസും വരണം, അമ്മയുടെ കാൽ കീഴിൽ കുമ്പിട്ട് തൊഴണം. സജി ചെറിയാന് തന്റെ കുടവയർ കൊണ്ട് ചിലപ്പോൾ നിലത്ത് വീണ് അമ്മയുടെ പാദ നമസ്കാരം ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ആശ്ലേഷിച്ചതും ചുംബിച്ചതും ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ CPM അതിന്റെ നയപരിപാടികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന് CPM-ന്റേതായ നയമുണ്ട്, കമ്മ്യൂണിസത്തിന്റേതായ നയമുണ്ട്. അവർ ഇതിലൊക്കെ വെള്ളം ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ അധികാരം വേണം. എന്തിനു വേണ്ടിയിട്ടാണ് അധികാരം? നാട് നന്നാക്കാനാണോ? പിണറായി വിജയന്റെ ഈ ചിങ്കിടിമാർക്കൊന്നും ഈ നാട് നന്നായില്ലെങ്കിൽ ഇവർക്ക് ഉറക്കം വരില്ലേ? ഇവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കൈയിട്ട് വാരണം. ഇവരെ മാത്രമല്ല പറയുന്നത്, അധികാരത്തിലെ ഏത് കുറുക്കു വഴിയിലൂടെയും അധികാരത്തിലെത്തണം. ലക്ഷ്യമൊന്നു മാത്രം, കൈയിട്ട് വാരുക. അപ്പൊ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം CPM കുറെ കാലങ്ങളായി തുടരുന്നത്, അവർ ചെയ്യുന്ന ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ, ഇത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാൽ
നമ്മളെ വകവരുത്തുക, ഒന്നുകിൽ വെട്ടിക്കൊല്ലുക, അല്ലെങ്കിൽ പെണ്ണുകേസിൽപ്പെടുത്തുക. ഇനി പുതിയ പുതിയ വഴികൾ ഇവിടെ ആരായുക, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അപഹസിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ തുടരുമ്പോഴാണ് പിണറായി വിജയൻ എന്ത് പറയുന്നത്? വിരുദ്ധ അഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ല, വിരുദ്ധ അഭിപ്രായങ്ങൾ പറയാം. കൃത്യമായി ദേശാഭിമാനി തന്നെ ഇന്ന് എല്ലാ പത്രങ്ങളിലും ഉണ്ട്. പക്ഷെ ദേശാഭിമാനി തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നത് സഖാക്കന്മാര് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പത്രത്തിൽ തന്നെയാണ് പറയുന്നത്. എന്താ പറയുന്നത് അറിയോ? വിരുദ്ധ അഭിപ്രായങ്ങളൊന്നും സർക്കാരിനെ അലോസരപ്പെടുത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിയോജന അഭിപ്രായങ്ങളെ അനുവദിക്കണോ, കഴുത്തു ഞെരിച്ചു കൊല്ലണോ എന്നതാണ് പ്രശ്നം. അപ്പം വിരുദ്ധ അഭിപ്രായങ്ങൾ വന്നാൽ അതിനെ അംഗീകരിക്കണോ, അതല്ല അവയെ കഴുത്തു ഞെരിച്ചു കൊല്ലണോ? അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരെ വരെ കഴുത്തു ഞെരിച്ചു കൊല്ലണോ എന്നതാണ് പ്രശ്നം. വിയോജന അഭിപ്രായങ്ങളെയും വിരുദ്ധ അഭിപ്രായങ്ങളെയും അനുവദിക്കുന്ന പൊതുജനാധിപത്യ മണ്ഡലം നവോത്ഥാന പൈതൃകത്തിന്റെ ഈടുവെപ്പായി ലഭിച്ചിട്ടുണ്ട്. അത് ഭദ്രമായി നിലനിർത്തുകയാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു, പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ പൊതുജനാധിപത്യ ബോധത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിയോജനങ്ങൾ എത്ര മാത്രം എതിർ ശബ്ദങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ സഹിഷ്ണുതയോടെ ഞങ്ങൾ അംഗീകരിക്കുമെന്നാണ് പിണറായി വിജയൻ എവിടെ വെച്ച് പറയുന്നത്? രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയായ രാജഹംസിന്റെ ആദ്യ പതിപ്പിന്റെ പ്രകാശന ചടങ്ങിൽ അതിലെ ലേഖനത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുക കൂടിയായിരുന്നു മുഖ്യമന്ത്രി. അപ്പൊ ആ ലേഖനത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അത്തരം വിയോജിപ്പുകൾ, അത്തരം നിലപാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഈ പറയുന്ന ഈ രാജ്ഭവന്റെ ഈ മാസികക്ക് നടത്താം. അതേപോലെ അത്തരം നിലപാടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെ വിമർശിക്കുകയും ചെയ്യാം. അതാണ് ജനാധിപത്യം. പിണറായിക്ക് ഇപ്പം തന്നെ ബോധ്യം വന്നല്ലോ. ഇപ്പോൾ തന്നെയെങ്കിലും ബോധ്യം വന്നല്ലോ. അതായത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പിണറായിക്ക് ഒരു അഭിപ്രായമാണെങ്കിൽ മറ്റുള്ളവർക്ക് എതിരഭിപ്രായം ഉണ്ടാവും. എതിരഭിപ്രായം പറയണം, എതിരഭിപ്രായം കേൾക്കണം. അങ്ങനെയാണ് പരസ്പര അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പരസ്പരം ഈ സംവാദങ്ങളിലൂടെ അതിലെ ശരി ഈ ഇരു കൂട്ടർക്കും ബോധ്യപ്പെടും. അങ്ങനെയാണ് നിലപാടുകൾ തിരുത്തുക. ഇതല്ലാതെ പിണറായി പറയുന്നത് മുഴുവൻ ശരി, മോദി പറയുന്നത് മുഴുവൻ തെറ്റ്. ഇതാണല്ലോ ഇപ്പൊ ഈ അന്തംകമ്മികളുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ പിണറായി സഖാവ് പറഞ്ഞത് എന്ത് പറഞ്ഞൊന്നുമില്ല. പിണറായി സഖാവ് ആണോ പറഞ്ഞത് അത് ശരി, പിന്നെ മോദി ആണോ പറഞ്ഞത് എന്നാ പിന്നെ അത് തെറ്റ്, അത് ഫാസിസം. നമ്മളെ സഖാവ് പറഞ്ഞത് അത് സോഷ്യലിസം, ജനാധിപത്യം. അതിന് പകരം എന്താണ് പറയുന്നത്? ആ പറയുന്നതിൽ എന്താണ് ശരികേടുള്ളത്? സഖാവെ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാനുള്ള, കൈവിരൽ ചൂണ്ടാനുള്ള ആ അധികാരം അല്ലെങ്കിൽ അവകാശം ഓരോ പൗരനുമുണ്ട്. ഇത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയതാണ്. ഓരോ പൗരനുമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പിണറായി മുഖ്യമന്ത്രിയാവട്ടെ, പിണറായി CPM-ന്റെ സമുന്നത നേതാവാകട്ടെ, പക്ഷേ കൈവിരൽ ചൂണ്ടി തെറ്റാണ് എന്ന് പറയാൻ ഓരോരുത്തർക്കും പറ്റണം. അപ്പോഴാണ് ജനാധിപത്യം പുഷ്പിക്കുന്നത്, ജനാധിപത്യത്തിന് സുഗന്ധം വരുന്നത് അപ്പോഴാണ്. അതല്ലാതെ അടിയന്തരാവസ്ഥയുടെ കാളരാത്രിയിലെ പോലെ നാവടക്കൂ പണിയെടുക്കൂ, അങ്ങനെയൊക്കെയായിരുന്നല്ലോ പണ്ട് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് നമ്മളോട് പറഞ്ഞത്. നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറയുന്ന മുദ്രാവാക്യത്തെ ഒക്കെ ഇന്ത്യൻ ജനത പുച്ഛിച്ചു തള്ളി. അവരെ ഇന്ദിരാഗാന്ധിയെ പോലും കടപുഴക്കി വീണ ഒരു ജനാധിപത്യ ബോധമുള്ള രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വളരെ സന്തോഷം. വിരുദ്ധ അഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ല. ഇനി മുതൽ നിങ്ങൾക്കെല്ലാവർക്കും പിണറായി സഖാവിനെ, പിണറായിയുടെ മരുമോൻ സഖാവിനെ ഒക്കെ തുറന്ന് വിമർശിക്കാം. റിയാസ് എന്ന് പറയുന്നത് നമ്മുടെ വിവിധ മന്ത്രിമാരിൽ വെച്ച് ഏറ്റവും കഴിവുള്ള മന്ത്രിയാണ്. അതൊക്കെ നമുക്കറിയാം. പക്ഷെ അതേ അവസരത്തിൽ തന്നെ തെറ്റുകൾ വരുമ്പോൾ അല്ലെങ്കിൽ വീഴ്ചകൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കണം. തകരുന്ന പാലങ്ങളെ കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അല്ലാതെ അതിനെ ആ ഭാഗത്തെ കണ്ണടച്ച് ഇരുട്ടാക്കുകയല്ല വേണ്ടത്. പാലങ്ങൾ മോടി കൂട്ടുന്നത് നല്ലതാണ്, വർണ്ണ ബൾബുകൾ പിടിപ്പിക്കുന്നത് നല്ലതാണ്, കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർണ്ണരാജികൾ വിരിയിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിന്റെ അടിവശത്ത് തുരുമ്പ് പിടിച്ചതാണ് അല്ലെങ്കിൽ അടിവശം അപകടകരമായ രീതിയിൽ ദ്രവിച്ചതാണ് എന്ന് പറയുമ്പോൾ
അതിനെ അംഗീകരിക്കാൻ, അതിനെ മനസ്സിലാക്കാനുള്ള ഒരു ജനാധിപത്യ ബോധം വേണം. അതല്ലാതെ പാലത്തിന്റെ മുകളിലൂടെ ജാഥ നയിച്ചുകൊണ്ട് ഞങ്ങളുടെ നേതാവ് ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഇത് പറയുന്നത് പിണറായി വിജയനാണ്. നമ്മളെല്ലാവരും കേരളത്തിലെ ബഹുഭൂരിപക്ഷം CPM-കാരും ബഹുമാനിക്കുന്ന നേതാവാണ്. ഏറ്റവും കരുത്തനായ CPM-ന്റെ നേതാവാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനാണ് പറയുന്നത് വിരുദ്ധ അഭിപ്രായങ്ങൾ പറയാം. ആ വിരുദ്ധ അഭിപ്രായങ്ങളെ ഞങ്ങൾ മാനിക്കുന്നു എന്ന് പറയുന്ന ആ ഹൃദയ വിശാലതയ്ക്ക് മുമ്പിൽ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട്, ഒരുപാട് സന്തോഷം പങ്കിട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.